നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 മാർച്ച് മാസത്തെ ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ തന്നെ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. ലഗ്നാധിപതി ഉച്ചബലവാനായിട്ട് രുചികായോഗം ചെയ്ത് ലഗ്നത്തിൻ്റെ 10ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. കർമ്മസംബന്ധമായിട്ട് നല്ല അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ്. സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുള്ള മാസമാണ്. അപ്പോൾ ഈ മാസത്തിൽ ഉള്ള ഗ്രഹപ്പകർച്ചകൾ എന്ന് പറയുന്നത് 7-ാം തീയതി ശുക്രൻ കുംഭൻ രാശിയിലേക്ക് മാറും, 8-ാം തീയതി ബുധൻ മീനൻ രാശിയിലേക്ക് മാറും, 15-ാം തീയതി ചൊവ്വ കുംഭത്തിലേക്ക് മാറും, അതുപോലെ തന്നെ 23-ാം തീയതി ബുധൻ വീണ്ടും മേടൻ രാശിയിലേക്ക് മാറും. അപ്പോൾ ഈ ഗ്രഹസ്ഥിതി പ്രകാരം ലാഭസ്ഥാനത്ത് കർമാധിപതി സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നത് കാരണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ളത് കാരണമുണ്ട്. മാനസികമായിട്ട് കുറച്ച് സന്തോഷവും സമാധാനമൊക്കെ കിട്ടാനായിട്ട് യോഗമുണ്ടെങ്കിലും തൊഴിൽ മേഖലയിൽ കുറച്ച് പ്രഷർ കൂടാനായിട്ട് സാധ്യതയുണ്ട്. നിയമപരമായിരിക്കുന്ന രീതിയിലോ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലോ അങ്ങനെയുള്ള എന്തെങ്കിലും വിഷയം കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊരു കുറച്ച് ടെൻഷൻ അടിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ ശുക്രൻ 7-ാം തീയതിക്ക് ശേഷം കർമാധിപതിയോട് യോഗം ചെയ്തു വരുന്നത് കാരണം കൊണ്ട് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾക്ക് യോഗമുണ്ടെങ്കിൽ പോലും വാഹന സംബന്ധമായിട്ട് ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ വരാതെ ഇരിക്കാനായിട്ടും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള മേഖലയിൽ പ്രവർത്തിയെടുക്കുന്നവർക്ക് വാഹനമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിയെടുക്കുന്നവർക്കൊക്കെ കുറച്ചൊരു ടെൻഷനോ പ്രശ്നങ്ങളോ വർദ്ധിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. കാരണം 14-ാം തീയതി സൂര്യൻ 12-ാം ഭാവത്തിലേക്ക് പോകും. അപ്പോൾ ഇപ്പോൾ 12-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള യാത്രകൾ കൊണ്ട് ശാരീരികമായിട്ടുള്ള ക്ഷീണം അനുഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഗ്യാസ്ട്രിക് പോലെ ഉദര സംബന്ധമായിട്ട് എന്തെങ്കിലും ചെറിയ രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനും സഹായികളായിരിക്കുന്ന വ്യക്തികൾ ശത്രുക്കളായി മാറാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട സമയമാണ്. അതുപോലെ തന്നെ സഹായികളായിരിക്കുന്ന വ്യക്തികളൊക്കെ അകന്നു പോകാനിട വരിക, സുഹൃത്ത് വിരോധം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും യോഗമുള്ള ഒരു സമയമാണ്. അപ്പോൾ അത് കാരണം കൊണ്ടൊക്കെ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളാണ്. പ്രത്യേകിച്ചും 14-ാം തീയതിക്ക് ശേഷം തൊഴിലിൽ വർധനവ്, കർമ്മത്തിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാനസികമായിട്ടുള്ള സന്തോഷം, ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ധനം കൈവശം വരാനുള്ള യോഗം, ഇങ്ങനെ പല രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. പക്ഷേ വ്യാഴപ്പം ജന്മത്തിൽ നിൽക്കുമ്പോൾ ജന്മരാമം അനേ ദുഃഖം എന്ന് പറയുന്ന യോഗം ഉള്ളത് കാരണമുണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ച് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനോടൊപ്പം തന്നെ ബാധാസ്ഥാനത്താണ് ശരി കർമാധിപതി നിൽക്കുന്നത്. അപ്പോൾ അത് സൂര്യനോട് യോഗം ചെയ്ത് നിൽക്കുമ്പോൾ സൂര്യൻ അഗ്നികാരകനും മാരുതകാരകനായിരിക്കുന്ന ശനിയാണ്. ചെറിയ പ്രശ്നങ്ങൾ വലുതായിട്ട് ഊതിപ്പെരിപ്പിക്കുന്ന ഒരവസ്ഥയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുക. അപ്പോൾ നിയമവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഉള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും വരാതെ ഇരിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക. ശനീശ്വരൻ നീരാഞ്ജനം വഴിപാട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അനാവശ്യ ചെലവ് വർദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 12-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവാണ് നാഗപൂജ ചെയ്യുക. ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുകയും നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകുകയും ചെയ്താൽ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് സാമ്പത്തികമായിരിക്കുന്ന നല്ല നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്കൊക്കെ പഠനത്തിൻ്റെ കാര്യത്തിൽ 12-ാം ഭാവത്തിൽ മറഞ്ഞ ബുധൻ എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളത് കാരണം കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കണ്ട് അനുകൂലമായിരിക്കുന്ന അവസ്ഥകൾ തന്നെയാണ് കാണുന്നത്. കുടുംബസുഖം അനുഭവിക്കാനും ദാമ്പത്യ സുഖം അനുഭവിക്കാനൊക്കെ യോഗമുള്ള ഒരു സമയമാണ്. അപ്പോൾ വലിയൊരു പ്രശ്നങ്ങൾ കുടുംബ സംബന്ധമായിട്ടോ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൊന്നും ഇല്ലെങ്കിൽ പോലും മാനസികമായിട്ട് കുറച്ച് സംഘർഷം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ചെറിയ രീതിയിൽ അസ്വസ്ഥത ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നല്ല പരിഹാരങ്ങളും പ്രാർത്ഥനയിലൂടെയൊക്കെ ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.